ഓം ശ്രീ ആഞ്ജനേയായ നമഃ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ. ഓം സം സരസ്വത്യേ നമഃ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത ഒരാഴ്ചത്തെ 27 നക്ഷത്രക്കാരുടെ ഫലം, വാരഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. 2026 മെയ് മാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള അത്രയും ദിവസത്തെ ഫലമാണ്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എൻ്റെ ആസ്ട്രോളജി ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഗ്രഹസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് വാരഫലത്തിലേക്ക് കിടക്കാം. ഈ വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ധന സംബന്ധമായിട്ടുള്ള, അതായത് പാഴ്ചിലവ് ഒരല്പം കൂടി നിൽക്കാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. കാര്യങ്ങൾ ആ ഒരു പ്ലാനിങ്ങോട് കൂടി, ബഡ്ജറ്റോട് കൂടി മുൻപോട്ട് പോകേണ്ടതാണ്. അങ്ങനെയുള്ള അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു വാരമാണ് വരാൻ പോകുന്നത്. ഒഫീഷ്യലി നിങ്ങൾക്ക് നല്ല സമയമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും വളരെ നല്ല സമയമായിട്ട് തന്നെയാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള നല്ല ദൈവാധീനമുള്ള സമയമാണ് വരാൻ പോകുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വാരം ഒരല്പം തടസ്സം നേരിടാനുള്ള സാധ്യതകൾ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള തീരുമാനത്തിലുള്ള പാളിച്ചകൾ നിമിത്തമുള്ള ധനനഷ്ടം കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ് എക്സ്പാൻഷനും പുതിയതായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾക്കും ഈ വാരം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള നല്ല ദൈവാധീനമുള്ള സമയമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാകും. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ വളരെ സമാധാനപരമായിട്ടുള്ള, വളരെ സ്നേഹം നിറഞ്ഞ നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് തൃപ്തികരമായിട്ടുള്ള നല്ല ദൈവാധീനമുള്ള സമയമാകും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല സമയമായിട്ട് തന്നെയാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഭാഗ്യ സംബന്ധമായിട്ട് അനുകൂല സ്ഥാനം തന്നെയായിരിക്കും. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി നക്ഷത്രം, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തലയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഓവറായിട്ടുള്ള ടെൻഷൻസ്, ജോലിയിലുള്ള അമിതമായിട്ടുള്ള അങ്ങനെയുള്ള ടെൻഷൻസ് കാരണം കുടുംബത്തും അതിന്റെ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നതാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സവും ശ്രദ്ധിക്കുക. സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിവാഹം ആലോചിക്കുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള സമയം. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ടും അതുപോലെ വീടിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുന്നവർക്കും നല്ല സമയമായിട്ട് തന്നെയാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വാരം കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാകും. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും എല്ലാം തന്നെ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാകും.
ജോലി അന്വേഷിക്കുന്ന ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള സമയം. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകൈരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരം, നാക്കിനെ നല്ല രീതിയിൽ നിയന്ത്രിക്കുക. സംസാരത്തിലുള്ള പിഴവ് നിമിത്തം ശത്രുക്കൾ കൂടാനുള്ള സാധ്യതകൾ, സംസാരത്തിൽ ആ ഒരു മിതത്വഭാവം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് ഒഫീഷ്യലി വളരെയധികം ശ്രദ്ധിക്കണം. കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാകും. നിങ്ങൾക്ക് ഒഫീഷ്യലി വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. നിങ്ങളുടെ സംസാരം മാത്രം നിയന്ത്രിച്ച് മുൻപോട്ട് പോവുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾക്കുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്ക് ഇടയിലുള്ള അങ്ങനെയുള്ള സൗന്ദര്യ കലഹം, അങ്ങനെയുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, ഇതൊക്കെ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വാരം പൊതുവെ കാണിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാകും. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും അതുപോലെ ബിസിനസ് എക്സ്പാൻഷനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനും ബ്ലോക്കായി കിടന്ന ഫണ്ടുകളൊക്കെ റിലീസായി കിട്ടാനും ഇങ്ങനെയുള്ള ദൈവാധീനവും എല്ലാം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു സമയമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ വിദ്യാർത്ഥികൾക്ക് നല്ല സമയം. അതുപോലെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വരുന്ന വാരം വളരെ അനുകൂലമായിട്ടുള്ള നല്ല ദൈവാധീനമുള്ള സമയമായിട്ട് തന്നെയാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാലിന് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്കുള്ള സാധ്യതയും അതുപോലെ ഓവറായിട്ടുള്ള ടെൻഷൻസും ഉണ്ടാകാൻ ഉള്ള സാധ്യതയും മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബ ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഘ്നേശ്വര ഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ദിവസവും പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ശ്രീകൃഷ്ണ മന്ത്രം ദിവസവും ജപിക്കുക. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചു വെച്ചും തൃക്കയിൽ കാഞ്ചന ഓടക്കുഴലും അത് പിടിച്ചൂതി മന്ദഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്നേ. ശ്രീകൃഷ്ണ മന്ത്രമാണ് ദിവസവും ജപിക്കുക. ഭദ്രകാളി ദേവിയെ കൂടി നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വാരം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് അത്ര അനുകൂലമായിട്ടുള്ള ഒരു വാരം അല്ല. നിങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ജോലിയിൽ ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ നിങ്ങളുടെ വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാനും കറക്റ്റ് ആയിട്ടുള്ള വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുമുള്ള ദൈവാധീനം കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. അതുപോലെ വാഹനം ഓടിക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധ വേണം. സംസാരത്തിൽ മിതത്വ ഭാവം വേണം. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല സമയമായിട്ട് തന്നെയാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു വാരം ആകും. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയം. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ച് അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ല സമയമായിട്ട് തന്നെയാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു സമയം. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല സമയമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വാരം. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. നയന സംബന്ധമായിട്ടുള്ള കൂടുതൽ സ്ട്രെയിൻ, അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ
അങ്ങനെയുള്ള ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉള്ള സാധ്യത ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അതുപോലെ ദമ്പതികൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നിയന്ത്രിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു വാരം ആണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് 2 തവണ പ്ലാൻ ചെയ്തതിനു ശേഷം മാത്രം അങ്ങനെയുള്ള ഫിനാൻഷ്യൽ തീരുമാനങ്ങളൊക്കെ എടുക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് ഫണ്ട് ബ്ലോക്കായി കിടക്കുന്നവർക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ റിലീസായി കിട്ടാനുള്ള ദൈവാധീനമുണ്ട്. പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യം, ബിസിനസ് എക്സ്പാൻഷനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല സമയം. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള സമയം. പ്രത്യേകിച്ച് ഭദ്രകാളി ദേവിയുടെയും അതുപോലെ തന്നെ ഭുവനേശ്വരി ദേവിയുടെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല സമയമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഔദ്യോഗിക സംബന്ധമായി നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള വാരമാകും. ഫിനാൻഷ്യൽ മാറ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അങ്ങനെയുള്ള പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് മാത്രം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ ആ ഒരു മിതത്വഭാവം പാലിച്ച് മുൻപോട്ട് പോവുക. ഭദ്രകാളി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഓം രുദ്രസുധായി വിദ്മഹേ ശൂലഹസ്തായി ധീമഹി തന്ന കാളി പ്രചോദയാത്. ഭദ്രകാളി ദേവിയെ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ നല്ലപോലെ പ്രാർത്ഥിക്കുക. അതുപോലെ ഹനുമാൻ ചാലീസ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ജോലി സംബന്ധമായി നിങ്ങൾക്ക് പെൻഡിങ് ഉള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ദൈവാധീനമുള്ള സമയമാകും. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ചെറിയ രീതിയിലുള്ള മടി, അലസത കൂടി നിൽക്കാൻ സാധ്യതയുള്ള ഒരു വാരം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ വിദ്യാർത്ഥികൾ സരസ്വതി ദേവിയും അതുപോലെ ഗണപതി ഭഗവാനെയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബ ദേവിയെ കൂടി പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. ആരോഗ്യ സംബന്ധമായി കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് തൃപ്തികരമായിട്ടുള്ള വാരം. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് തൃപ്തികരമായിട്ടുള്ള വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു സമയം. വിവാഹ സംബന്ധമായി നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമായിട്ട് തന്നെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ മുൻപോട്ട് പോകുന്ന നല്ലൊരു വാരം. അതിനുള്ള ദൈവാധീനം, മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന വാരം കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി അഷ്ടകം 3 തവണ ജപിക്കുക. 3 തവണ ജപിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ഏകകാല പടിയനിത്യം മഹാപാപ വിനാശന. നിങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം അവിടെ മാറ്റിത്തരുന്നു ദേവി. ദ്വികാലം യ പടയനിത്യം ധനധാന്യ സമന്വിത. ധനപരമായിട്ടും ധാന്യപരമായിട്ടുള്ള ഉയർച്ച അവിടെ ഉണ്ടാകും. ത്രികാലം യ പടയനിത്യം മഹാശത്രു വിനാശന. ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ എല്ലാം മാറ്റുന്നു. ഇതാണ് മഹാലക്ഷ്മി അഷ്ടകം 3 തവണ ജപിക്കേണ്ടതിന്റെ പ്രാധാന്യം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് സന്ധ്യയ്ക്ക് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയമാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് കാര്യമായ നല്ല ദൈവാധീനമുള്ള സമയം. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ല സമയമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാകും. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ബിസിനസ് റിലേറ്റഡ് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും, ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാകും. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന വാരം ജോലിയിലെ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഒരു ജോബ് ഔട്ട്പുട്ടിലേക്ക് നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒരല്പം കുറഞ്ഞു നിൽക്കാനുള്ള
സാധ്യത കാണിക്കുന്നുണ്ട്. അത് ടെൻഷൻ അടിക്കേണ്ട, നല്ല രീതിയിൽ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ മുൻപോട്ട് പോയിക്കോളൂ. അത് താൽക്കാലികമായിട്ടുള്ള ഒരു തടസ്സമാകും, അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. അതുപോലെ തന്നെ മാതാവിന്റെ ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള വാരമാകും വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ആരോഗ്യ സംബന്ധമായി വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നയന സംബന്ധം, അതുപോലെ തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ദൈവാധീനം ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാകും. ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ഗണപതി ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയമാകും വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും നല്ല സമയമായിട്ട് തന്നെയാണ് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ടും വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല സമയമായിട്ട് തന്നെയാണ് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ധനു കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനു കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ കുടുംബത്തെ ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, ദമ്പതികൾക്കിടയിലുള്ള കലഹ സാധ്യതകളും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ജോലിയിൽ നിങ്ങൾക്ക് കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള നിവേദനങ്ങൾ കൊടുത്തവർക്കും ഇൻക്രിമെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്കും കാര്യമായ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടാൻ സാധ്യത ഏറെയുള്ള ഒരു സമയമായിട്ട് തന്നെയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. അതുപോലെ വിവാഹ സംബന്ധമായിട്ടും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷനും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും നല്ല സമയമാകും ധനുക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രു തടസ്സം മാറി നിൽക്കുന്ന നല്ല ദൈവാധീനമുള്ള സമയമാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ വാരം വളരെ അനുകൂല സ്ഥാനം തന്നെയാണ് കാണിക്കുന്നത്. ഭാഗ്യ സംബന്ധമായിട്ട് നിങ്ങൾക്ക് മഹാലക്ഷ്മി ദേവിയുടെയും അതുപോലെ തന്നെ ദുർഗാദേവിയുടെയും കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം, മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശനീശ്വര മന്ത്രം ദിവസവും ജപിക്കുക. ശനിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം, ഛായ മാർത്ഥാണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ജോലിയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു വാരം. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരം മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ശത്രു തടസ്സം ഒരല്പം കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ ഒരു മിതത്വഭാവം അത്യാവശ്യമായിട്ട് പാലിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. പുതിയതായിട്ട് ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാനും ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷനും വളരെ നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനും അതുപോലെ വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ല സമയമാണ്. കുടുംബ ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ശത്രു തടസ്സം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല സമയമാകും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്ന നല്ല ഒരു സമയമാകും. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വീട് പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. എന്നാൽ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാകും. ജോലിയിൽ ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടും അത് നിമിത്തമുള്ള ഓവറായിട്ടുള്ള ഫ്രസ്ട്രേഷൻ, ഓവറായിട്ടുള്ള ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതയും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്ത് ഒരല്പം
ചെറിയ രീതിയിലുള്ള പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുൻപോട്ട് പോകുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയം. ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷന് നല്ല സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചൊവ്വാഴ്ച വരെ ചെറിയ തടസ്സം കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്കും ഈ കാലയളവ് വരെയുള്ള തടസ്സം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ഭാഗ്യസംബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരല്പം തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ചൊവ്വ മന്ത്രം ജപിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ധരണി ഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തംദം മംഗളം പ്രണമാമ്യഹം. ചൊവ്വ മന്ത്രം ദിവസവും ജപിക്കുക. ഹനുമാൻ ചാലിസ ജപിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. ബാക്കി കാര്യങ്ങൾ അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സമയമാകും. ടെൻഷൻസ് ഒഴിവാക്കുക. ആരോഗ്യ സംബന്ധമായി നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് കുടുംബത്ത് അങ്ങനെ മാതാപിതാക്കൾക്ക് അങ്ങനെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ തൃപ്തികരമായിട്ടുള്ള അനുകൂലമായിട്ട് ദൈവാധീനം നിൽക്കുന്ന ഒരു സമയമാകും. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത് കുടുംബദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന നല്ല ഒരു സമയമാകും വരാൻ പോകുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രം മീനക്കൂർ നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ബിസിനസ് എക്സ്പാൻഷന് ഈ ഒരു വാരം വളരെ അനുകൂലമായിരിക്കും. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല സമയമാകും. ഗവൺമെന്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെ ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള നിവേദനം കൊടുത്തവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യത, നടുവിനുണ്ടാകുന്ന അസ്വസ്ഥത, തലവേദന, മുടി പൊഴിച്ചിലുള്ള സാധ്യതകളും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയം. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരം. ശത്രു തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. സംസാരത്തിൽ മിതത്വ ഭാവം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെ മുൻപോട്ട് പോകേണ്ട ഒരു വാരമായിട്ടാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ധനനഷ്ടം, പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ല സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമാകും. ചെറിയ തടസ്സങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവുമെങ്കിൽ പോലും ആ തടസ്സം തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് വിഷ്ണു ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. വ്യാഴ മന്ത്രം ജപിക്കേണ്ടതും അത്യാവശ്യമാണ്. ദേവാനാംച ഋഷീനാംച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. ഇതാണ് വ്യാഴ മന്ത്രം. ദിവസവും ജപിക്കുക. ഇത്രയുമാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ഇപ്പം 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ വാരഫലമാണ് ഞാൻ പറഞ്ഞത്. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നല്ല ഒരു വാരം നേർന്നുകൊണ്ട് നന്ദി. നമസ്കാരം.